പട്ടിക്ക്. മാളൂട്ടി, മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളു. ഈശ്വരാ, മാളൂട്ടി. ഉണ്ണീട്ടാ, ഉണ്ണീട്ടാ. മാളൂട്ടി, ഉണ്ണീട്ടാ. മോളെ, രാജി, ഉണ്ണീട്ടാ, എന്താ രാജി? നമ്മുടെ മോള്. മാളൂട്ടി, മാളൂട്ടി, രാജി എന്റെ മോള്. മാളൂട്ടി, മാളൂട്ടി, മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ. മോളെ, മോളെ മാളൂട്ടി. എന്ത് പറ്റി മോളെ? ദൈവമേ, ചതിച്ചല്ലോ മോളെ. രാജി, രാജി നമ്മുടെ മോള്. എന്റെ ദൈവമേ, ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ. ഇതിന്റെ മൂടി അവിടെ പോയി. അയ്യോ, അയ്യോ. മോളെ, മാളൂട്ടി. എന്റെ പൊന്നു മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ള എന്റെ മോള്. എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം. എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ. അയ്യോ സാറ് സൂക്ഷിക്കണം. 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ. കുഞ്ഞു ഭാഗ്യത്തിൽ എവിടെ തടഞ്ഞിരിക്കുക. രാജി, രാജി, രാജി ബഹളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം. രാജി ധൈര്യമായിട്ടിരിക്കുക പ്ലീസ്. സാർ സമാധാനിക്ക്. ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം. മോളെ, മാളൂട്ടി. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ കയറോ എന്തെങ്കിലും കിട്ടുമോ? അടുക്കളക്ക് കാണും. രാജി, ഞാൻ വരുന്നു. കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക. സാറൊന്ന് വേഗം വരണം സാർ. രാജി, രാജി, മാളൂട്ടി, മാളൂട്ടി. മോളെ പേടിക്കണ്ട മോളെ. മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ? മോളെ പേടിക്കണ്ടേ? മാളൂട്ടി, മോളെ, മാളൂട്ടി. മോളെ, മോളെ മാളൂട്ടി. മോൾക്ക് കയറ് കാണാമോ? മോളെ പേടിക്കണ്ട. മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മാളൂട്ടി ഇതിലൊന്നും പിടിക്കും മോളെ. പിടിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ? ഇതിൽ പിടിക്കേ. പേടിക്കില്ല മോളെ, പേടിക്കില്ല, ഒന്നുമില്ല. മാളൂട്ടി പിടിക്ക്. മോളെ എങ്ങനെയെങ്കിലും പിടിക്കും മോളെ. മാളൂട്ടി പിടിക്ക് മോളെ. അയ്യോ പേടിക്കണ്ട മോളെ. മോൾക്ക് ഒന്നുമില്ല. മോളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട് ഇവിടെ. അതിന്റെ അച്ഛത്തെ പിടിക്കും മോളെ. മോളെ പിടിക്ക്. മോളെ പേടിക്കണ്ട മോളെ. മോക്ക് ഒന്നും പറ്റില്ല മോളെ. ഇതിൽ പിടിക്ക്. കയറിൽ പിടിക്കും മോളെ. കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല. ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? കൈയെങ്ങാൻ വിട്ടുപോലെ നിസ്സാര. രാജി, രാജി, രാജി. കുട്ടപ്പിള്ള ഇനിയിപ്പോ എന്താ ചെയ്യ? ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി മൂടിയില്ലേ? അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എത്ര നേരമായി മോളെ രക്ഷിക്കണം. മാളൂട്ടി, ഭാഗ്യത്തിന് കുഞ്ഞ് അവിടെ സ്റ്റക്കായിരിക്കണം. ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ. ഉണ്ണി ധൈര്യമായിരിക്കും. കുട്ടമ്പിള്ളേ, രാജി നമ്മുടെ മോള്. ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ദാസേ, ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയും. സ്റ്റേഷനിലേക്ക് വിളിച്ച് SI രാജനോടും വരാൻ പറ. യെസ് സർ. ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സർ. ഉണ്ണി ഒരു സെക്കൻഡ്. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. എന്റെ കുഞ്ഞ്. ഉണ്ണി സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ. കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല. പ്ലീസ് പ്ലീസ്.
ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തന്നെയൊക്കെ വേണ്ട, രാജി. ഞാൻ എവിടെയും വരില്ല. രാജി. ഞാൻ എന്റെ മോളെ വിട്ടിട്ട് എവിടെയും വരില്ല. രാജിക്കറിയാം. വേണ്ട. മോളെ. ഒന്ന് വേഗം വരണേ സാർ. രാജി, പേടിക്കാതെ. മോളെ. ആ കയറും നിർത്തേ. ഒന്ന് വേഗം താടോ. ആ മാളൂട്ടി, മോളെ പേടിക്കല്ലേ. സാർ പതുക്കെ. മാളൂട്ടി. മോളെ അനങ്ങല്ലേ, അനങ്ങല്ലേ. മോളെ അനങ്ങല്ലേ. മോള് കരയണ്ട. മോളെ, മാളൂട്ടി. രാജി, രാജി. രാജി. Oh God. മോളെ ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ആ ലീലാമ്മേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്ലൈസർ കൊടുത്തേക്ക്. മോളെ, മോളെ. കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളൊരു ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക് ആണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ആണോ? ശരി, ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. ഡോക്ടർ ഇറക്കി. അതിന് മോളുടെ മുഖത്ത് പഠിപ്പിക്കണം. വാൽവ് തുറന്നുകൂടെ. മൂത്തുമുട്ടല്ലേ. മോളെ പേടിക്കണ്ട കേട്ടോ. ആ കുഞ്ഞ് എങ്ങനെയുണ്ട്? മാറാവട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ് ഇസ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ് വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റ് ആയ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസോ ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്ക് എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ തപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്തു നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടി വരും തോന്നുന്നു. നേഴ്സസ് ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം.
ജോസഫ് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണ് വെച്ചിട്ടാവും. താൻ പോയി ആവശ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ദാസേ, നമ്മുടെ വണ്ടി എടുത്തോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ? ഞാനൊന്ന് പൊക്കോട്ടെ. ഒന്ന് സമാധാനിക്കും നീ. മോളെ മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ മോളെ ഡോക്ടർ, മോളെ ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ ഡോക്ടർ മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മാളൂട്ടി, മോളെ എങ്ങോട്ട് നോക്ക്. മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ മയങ്ങിപ്പോയതായിരിക്കും, അത് അപകടമാ. ഡോക്ടറിന് ഓക്സിജൻ തീർന്നാണോ? അതിന്റെ അല്ല, പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം തളിച്ചാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ടാ കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ? രാജി, 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 നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ? രാജി, നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. പോയതാ രാജി. രാജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചോളത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാലേ അത് പറ്റണം. മോളെ മാളൂട്ടി, രാജി വിളിക്കേ. രാജി വിളിച്ചോണ്ടിരിക്കേ. നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചോളത്തണം. വിളിക്ക് രാജി, നമ്മുടെ മോളെ വിളിക്കേ. രാജി, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമ്മുടെ മോളെ നീ വിളിച്ചാൽ മാത്രമേ നമ്മുടെ മോളെ കണ്ണു തുറക്കൂ. ഡോക്ടർ ഒന്ന് പറയൂ. രാജി വിളിക്ക്. രാജി വിളിക്ക്. രാജി, രാജി, നമ്മുടെ മോളെ വിളിക്ക്. മാളൂട്ടി, ഇങ്ങോട്ട് നോക്കും മോളെ. അച്ഛനും അമ്മയും നോക്കും മോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ. അമ്മ ഇവിടെ ഉണ്ട്. മോളെ മാളൂട്ടി, മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മോളെ ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വിളിച്ചു. ഡോക്ടർ കണക്ഷൻ എടുത്തോണ്ടിരിക്കുക. മോളെ, ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ. പെട്ടെന്ന് ചെയ്യൂ. ഡോക്ടറിന്റെ മോള് ഉറങ്ങുന്നു തോന്നുന്നു. അയ്യോ, ഓഹോ, ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാതെ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ, നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ, നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക് ഇത് പിറ്റ്,
ഇതാ ഇവിടെ ആ കുട്ടി ഇരിക്കുന്നു. നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന കുഴി ഇതാ ഇവിടെ വരെ കുഴിക്കണം. ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മൾ എടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം. യു മീൻ ലൈക്ക് എ ടണൽ? അതെ, ഒരു ചെറിയ തുരങ്കം. ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞിനെ നമുക്ക് പുറത്തിറക്കാമല്ലോ. ഗ്രേറ്റ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം. കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. ഓക്സിജൻ തീർന്നു. ഇത്ര പെട്ടെന്നോ? നേസൽ ഫീഡിംഗ് അല്ലല്ലോ, കുറെ അധികം വേണ്ടി വരും. മോളെ മോളെ മാളൂട്ടി, മോളെ മഴക്കോളുണ്ട്, പെയ്തേക്കും. അയ്യോ, കുഴിയിലെ വെള്ളം വീഴുമല്ലോ. വണ്ടിയിലെ ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടിയിലെ ടാപ്പാളിന് കയറി എടുക്ക്. വേണോട്ടെ, ഓക്സിജൻ വന്നു. ഇതങ്ങോട്ട് മാറ്റേ. മോളെ മാളൂട്ടി, വേഗത്തിൽ അവിടെ ചവിട്ട്. ഡോക്ടർ പ്ലീസ് സ്പീഡ് അപ്പ്. വേഗം കൊണ്ടുപാടോ, മഴ വേണ്ടി കണ്ടില്ലേ? ഇത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8 അടി വീതിയും വേണ്ടേ? എങ്ങനെയായാലും രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ, നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, റെഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ? അതുകൊണ്ട് പരമാവധി ഒരടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല. ഒരടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത്, അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനമുണ്ടോ ഇല്ലയെന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇങ്ങ് എടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഈ എന്റെ കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയാവും. ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കുഴിക്ക്. അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേണം വേണം. മോളെ മാളൂട്ടി, മോളെ മോളെ അച്ഛനാ വിളിക്കുന്നത്. ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ, എന്റെ മാളൂട്ടി, മോളെ ഇങ്ങോട്ട് നോക്കൂ. മോളെ വീണ്ടും വാങ്ങിപ്പോയതായിരിക്കും. മിസ്സിനെ വേഗം വിളിക്കാം. രാജി, 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 നമ്മുടെ മോളെ വിളിക്ക്. രാജി, 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 മാളൂട്ടിയെ വിളിക്ക്. രാജി, മാളൂട്ടി, മോളെ. രാജി, രാജി മോളെ വിളിച്ചുണർത്തോ. മോളെ വിളിച്ചോളൂ, പ്ലീസ്. രാജി, മോളെ, മോളെ മാളൂട്ടി. ഡോക്ടർ, ഉണ്ണി,
റിലാക്സ് ചെയ്യട്ടെ, ആംബുലൻസിൽ ഇരിക്കോളൂ. സാർ മെഷീൻ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ അവർ അയക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അതെന്താ? മുതലാളി പറയാതെ അയക്കാൻ പറ്റില്ലെന്ന്. അയാൾ അവിടെ സ്ഥലത്തില്ല സാർ. കൊണ്ടുവരാമോ ഞാൻ നോക്കട്ടെ. വന്നേ. മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ വണ്ടി ഇവിടുന്ന് അനുവല്ലടാ. അങ്ങനെയല്ലേ പാടുള്ളൂ സർ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ അതിനിടയാണുള്ള റാസ്കൽ നിയമം പറയുന്നത്. അത് പിന്നെ നോ, ആദ്യം പറഞ്ഞനുസരിക്ക്. ബാക്കി ഞാൻ നോക്കണം. എടുക്കാൻ വേണ്ടി ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടേ. കയറ് സൂക്ഷിച്ചേ. കുറച്ചുകൂടെ കുറച്ചുകൂടെ. മതി മതി. റിവേഴ്സ് എടുക്ക. റിവേഴ്സ്. മറ്റേ അവിടെ ഇങ്ങോട്ട് ഇവിടെ ഒന്ന് മാറി അവിടുത്തെ. പിടിച്ചോ. നോക്കി നിൽക്കാതെ പോയി സഹായിച്ചു കൊടുക്കാൻ. നമ്മുടെ കാൽക്കുലേഷൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആവുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച പണിയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മണിക്കൂറിൽ ടണലിന്റെ വർക്ക് തുടങ്ങും. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളൂ. ഡോണ്ട് വറി. ാവുന്നുണ്ടല്ലോ. വ്യവസായം വരുന്നു. ഗ്യാസ് ലീക്കാണല്ലേ? കുഴപ്പത്തിലേക്ക് പോകാം. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാവുന്ന. ഒരു അരമണിക്കൂറിൽ കുഴികളുടെ പണി തീരും. ശരി, അത് തട്ടി ഇളക്കി ഒരാളിറക്കാൻ പാകത്തിൽ കുഴി വലുതാക്കണ്ടേ? അതെ, ഉടനെ നമുക്ക് ആളുകൾ ഇറക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടണലിന്റെ പണി തുടങ്ങാം. ടണലിൽ മിഷനറി കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അയ്യോ, ലൈറ്റ് അവിടുത്തെ സംഘടിപ്പിക്കണമല്ലോ. പേടിക്കണ്ടേ? അതെ,
എടുത്ത് വെക്ക്. ആ. മോളെ മോളെ മാളൂട്ടി മോളെ പേടിക്കണ്ടേ? ഇങ്ങോട്ട് വെക്ക്. ദാ ഇത് പിടിച്ചേ. പെട്ടെന്ന് മാറ്റ്. ഇടപെത്തി തട്ടി നിൽക്കുന്ന കാര്യം നീ ഉടനെ ആരംഭിക്കാമല്ലോ. ഓക്കേ. ആ ഓ, നടന്നു പോ. ഓണ്ട കാര്യം നോക്ക്. മോളെ ഞാൻ ചെയ്യാം. ഒന്ന് വേഗം കൊണ്ടുപോടോ. ഇവിടെ വെക്ക്. അവിടെ ഒരു രണ്ടുപേർ ഇറങ്ങിയേ. താഴെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എടുക്കുന്ന മണ്ണൊക്കെ ദൂരെ മാറ്റണം. അറിയാം അറിയാം. നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള കമ്പി പലയൊക്കെ എടുത്ത് വെച്ചോളൂ. വേഗം ടേപ്പ് പിടിച്ചേ. 15 അടി ഉണ്ടോ നോക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ വളർന്നത്? അതെ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. ഈ ലെങ്തിലെ നേരെ ക്രോസ് ആയിട്ട് ടണലെടുത്തോളൂ. അവിടെയാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? ഡോക്ടർ വാട്സ് പ്രസന്റ് പൊസിഷൻ. കുഴപ്പമൊന്നുമില്ല. അയ്യോ കുഴിയിലേക്ക് വീണ് വെള്ളം ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം.
എന്റെ പൊന്നു മോളെ കുട്ടിയെ തരൂ മോളെ കുട്ടിയെ ഇങ്ങോട്ട് തരൂ മാളൂട്ടി മോളെ ഉണ്ണി മോളെ മാലൂട്ടി ഇങ്ങോട്ട് നോക്ക